നമസ്കാരം പ്രിയമുള്ളവരെ, ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾക്കും അത്യന്തം പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഇക്വൈസ് നിർബന്ധമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് സബ്സിഡി ലഭിക്കുന്നവർക്ക് ഇത് അത്യാവശ്യമാണ്. മാർച്ച് 30-നകം ചിലർ ഈ നടപടികൾ പൂർത്തിയാക്കണം. നമ്മുടെ വീടുകളിൽ പൊതുവെ ഉപയോഗിക്കുന്നത് 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടർ ആണ്. റീഫിൽ ചെയ്താൽ ഇതിന്റെ മൊത്തം ഭാരം ഏകദേശം 29 മുതൽ 30 കിലോ വരെ എത്തും. ഇപ്പോൾ വിപണിയിൽ ഒരു സിലിണ്ടറിന്റെ വില 900 രൂപയ്ക്കും അതിന് മുകളിലും വരാം. എന്നാൽ ചിലർക്ക് ഇത് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതിയുടെ കീഴിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്കാണ് ഈ സബ്സിഡി ലഭിക്കുന്നത്. ഈ സബ്സിഡി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. BPL അല്ലെങ്കിൽ AIY റേഷൻ കാർഡുള്ളവർക്ക്, മുമ്പ് LPG കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങൾക്ക്, ഇത് കൂടാതെ സ്ത്രീയുടെ പേരിൽ കണക്ഷൻ ആണെങ്കിലും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ഒരു ഉജ്ജ്വല യോജന വഴി നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകുന്നത്. ഇതിലൂടെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ: ആദ്യ ഗ്യാസ് കണക്ഷൻ സൗജന്യമായി ലഭിക്കുന്നു. ഗ്യാസ് സ്റ്റവ് ഉൾപ്പെടെ വർഷത്തിൽ 9 സിലിണ്ടർ വരെ സബ്സിഡി ലഭിക്കുന്നു. ഓരോ റീഫിലിനും ഏകദേശം 300 രൂപ വരെ സബ്സിഡി ലഭിക്കുന്നു. സബ്സിഡി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ 9 സിലിണ്ടറിന് ശേഷം നോർമൽ നിരക്കാണ് ബാധകമാവുന്നത്. അതായത് 10ഓ 11ഓ സിലിണ്ടർ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിരക്ക് പഴയതുപോലെ കൊടുക്കേണ്ടി വരുന്നതാണ്. PMUY ഗുണഭോക്താക്കൾക്ക് മാർച്ച് 30-നകം ഈ ക്വൈസി പൂർത്തിയാക്കണം. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡി നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. റീബിൽ ലഭിക്കുന്നതിൽ തടസ്സം വരാനും ഭാവിയിൽ സബ്സിഡി പുനഃസ്ഥാപിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ക്വൈസി പൂർത്തീകരിക്കേണ്ടതെന്ന് നോക്കാം. താങ്കൾ ഗ്യാസ് എടുക്കുന്ന ഏജൻസിയിലെത്തി താഴെ പറയുന്ന രേഖകളുമായിട്ട് പോകേണ്ടതാണ്. ഗ്യാസ് കണക്ഷൻ പാസ്ബുക്ക്, ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ. ഗുണഭോക്താക്കൾ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. ഏജൻസിയിൽ ബയോമെട്രിക് വഴി KYC പൂർത്തിയാക്കേണ്ടതാണ്. ഈ ബയോമെട്രിക് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഐറിസ് അല്ലെങ്കിൽ വിരലുകളുടെ അടയാളം വെച്ചിട്ടാണ് ഈ ക്വൈസി പൂർത്തിയാക്കുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്ക് മൊബൈൽ വഴിയും ഈ ഒരു ഇക്വൈസി പൂർത്തിയാക്കാവുന്നതാണ്. ഇതിനാവശ്യമായത് ആധാർ ഫേസ് RD ആപ്പാണ്. തങ്ങളുടെ LPG കമ്പനിയുടെ ഔദ്യോഗിക ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇക്വൈസി പൂർത്തിയാക്കാവുന്നതാണ്. സബ്സിഡി ഇല്ലാതെ 900 രൂപയ്ക്ക് മുകളിൽ നൽകി സിലിണ്ടർ വാങ്ങുന്നവർക്ക് ഇവർക്കും ഇക്വൈസി നിർബന്ധമാണ്. അവസാന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും റീഫിൽ ലഭിക്കാൻ ഇക്വൈസി നിർബന്ധമാണ്. അതുകൊണ്ട് എത്രയും വേഗം പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഇനി ഇത് കൂടാതെ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ഇക്വൈസി ചെയ്യേണ്ടതാണ്. ഉടമ മരിച്ചാൽ ഉടമസ്ഥാവകാശം മാറ്റണം. പുതിയ ഉടമയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യണം. ശേഷം പുതിയ ഉടമ ഇക്വൈസി പൂർത്തിയാക്കേണ്ടതാണ്. ഇത് വൈകിക്കാനും പാടുള്ള കാര്യമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ നിർദ്ദേശമാണ്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവരെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് PMUY ഗുണഭോക്താക്കൾ മാർച്ച് 30-നകം നിർബന്ധമായും ഇക്വൈസി പൂർത്തിയാക്കുക. ഇത്തരത്തിൽ പ്രധാന അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.